വെൽക്കം ടു വൺസ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് എസ്റ്റിമേഷൻ ഓഫ് റൺ ഓഫ് എന്ന ഒരു ചെറിയ ടോപ്പിക്കുമായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റൺ ഓഫ് അല്ലേ, പ്രസിപ്പിറ്റേഷൻ വന്നു കഴിഞ്ഞിട്ട് ഇതിൽ വരുന്ന ലോസുകൾ, ഇവാപ്പറേഷൻ ലോസ്, ഇൻഫിൽട്രേഷൻ ലോസ് ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കി നമ്മുടെ ഭൂമിയിലൂടെ ഒഴുകുന്ന ആ വാട്ടറിനെയാണ് നമ്മൾ, അല്ലെ, ഭൂമിയുടെ സർഫസിലൂടെ ഒഴുകുന്ന വാട്ടറിനെയാണ് നമ്മൾ റൺ ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എസ്റ്റിമേറ്റ് ചെയ്യുന്ന മെത്തേഡ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ 5 മെത്തേഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? യൂസിങ് റെയിൻഫോൾ റൺ ഓഫ് റിലേഷൻ. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡ് എംപിരിക്കൽ പ്രൊസീജിയേഴ്സ്, അതുപോലെ ഇൻഫിൽട്രേഷൻ ഇൻഡിസസ് അല്ലെ. ഇൻഫിൽട്രേഷൻ ഇൻഡിസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ട് 2 ഇൻഫിൽട്രേഷൻ ഇൻഡിസസ് ആണുള്ളത്, ഒന്ന് ഫൈ ഇൻഡെക്സും W ഇൻഡെക്സും. പിന്നെ വരുന്നതാണ് ഹോർട്ടൺസ് ഇൻഫിൽട്രേഷൻ കർവ്, അതുപോലെ തന്നെ ഹൈഡ്രോഗ്രാഫ്. അപ്പോൾ ഈ ഒരു 5 മെത്തേഡ്സ് ആണ് നമുക്ക് പ്രധാനമായിട്ടും ഈ റൺ ഓഫ് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹൈഡ്രോഗ്രാഫ് മെത്തേഡാണ്. ഓക്കെ, ഹൈഡ്രോഗ്രാഫ് മെത്തേഡാണ് നമ്മൾ ഈ സെഷനിൽ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ആദ്യം എന്താണ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയാം. ഓക്കെ, എന്താണ് ഹൈഡ്രോഗ്രാഫ്? ഹൈഡ്രോഗ്രാഫ് ഈസ് എ ഡിസ്ചാർജ് വേഴ്സസ് ടൈം പ്ലോട്ട്. സോ ദറ്റ് ഈസ് എ ഗ്രാഫ്. ഒരു ഗ്രാഫാണ്. ആ ഗ്രാഫിന്റെ Y ആക്സിസിൽ എന്താണ്? ഡിസ്ചാർജ് ആണ്. അതുപോലെ X ആക്സിസിൽ എന്താണ്? അത് ടൈമാണ്. ഓക്കെ, ടൈം. അപ്പോൾ Y ആക്സിസിൽ ഡിസ്ചാർജും X ആക്സിസിൽ ടൈമുമാണ്. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഇത് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. ഹൈഡ്രോഗ്രാഫ് ഈസ് എ പ്ലോട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ടാവും. ഡിസ്ചാർജ് വേഴ്സസ് ടൈം ഉണ്ടാവും, വെലോസിറ്റി വേഴ്സസ് ടൈം, അങ്ങനെ പല ഓപ്ഷൻസുകൾ തരാറുണ്ട്. നോക്ക്, അടുത്തത് എന്താണ്? ഇറ്റ് ഷോസ് ദ ടൈം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റൺ ഓഫ്. അപ്പോൾ ഇത് 3 പോയിന്റും ഈ ഹൈഡ്രോഗ്രാഫുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. 3 രീതിയിലും ഇത് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇറ്റ് ഷോസ് ദ ടൈം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റൺ ഓഫ്. അതായത് റൺ ഓഫ് ഓരോ ടൈമിന്റെ ബേസിൽ, ഓരോ ടൈമിൽ എത്രയൊക്കെയാണ് അതിന്റെ വാല്യൂസ്, റൺ ഓഫിന്റെ വാല്യൂസ് വരുന്നത്. അതായത് നമ്മുടെ റെയിൻഫോളുമായി ബന്ധപ്പെട്ട്, അല്ലെ, റെയിൻഫോൾ തുടങ്ങുന്ന സമയത്ത് റൺ ഓഫ് ഉണ്ടാവില്ല. റെയിൻഫോൾ അത്യാവശ്യം ടൈം കഴിഞ്ഞതിന് ശേഷം റൺ ഓഫ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നെ റൺ ഓഫ് റെയിൻഫോൾ നിന്നതിന് ശേഷം, റെയിൻഫോൾ നിന്നതിന് ശേഷവും റൺ ഓഫ് അപ്പോഴും ഉണ്ടാവും. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് റൺ ഓഫ് പറ്റ നിൽക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിന്റെ വേരിയേഷൻ അനുസരിച്ചുള്ള ഈ ഒരു റൺ ഓഫിൽ വരുന്ന വേരിയേഷൻ, അത് നമുക്ക് ഹൈഡ്രോഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് റെസ്പോൺസ് ഓഫ് ക്യാച്ച്മെന്റ് ഫോർ എ ഗിവൺ റെയിൻഫോൾ. അപ്പോൾ ഒരു ഗിവൺ റെയിൻഫോളിൽ ഒരു ക്യാച്ച്മെന്റ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അതും നമുക്ക് ഈ ഒരു ഹൈഡ്രോഗ്രാഫിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഇതിൽ നിന്നുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഗ്രാഫ് ഒന്ന് നോക്കാം. നമുക്ക് വരുന്നത് ഗ്രാഫ് ഈ ഒരു രൂപത്തിലാണ് വരിക, അല്ലേ. Y ആക്സിസിൽ നമ്മൾ പറഞ്ഞു ഡിസ്ചാർജ് ആണ്, ഡിസ്ചാർജ് ക്യൂ. സോ അതിന്റെ യൂണിറ്റ് വരുന്നത് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് കേട്ടോ, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇനി ഇവിടെ വരുന്നത് ടൈമാണ്. യൂഷ്വലി ഇതിന്റെ ഒരു ഷേപ്പ് വരുന്നത് ഈ ഒരു രൂപത്തിലാണ്. ജനറലി ഇങ്ങനെയാണ് കാണാറുള്ളത്. സോ നമുക്ക് ഈ ഒരു ഗ്രാഫിന്റെ ഒരു പോർഷൻ ഓഫ് ഏരിയ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പർട്ടിക്കുലർ സെക്ഷന്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? നോക്ക്, ഒരു DT, ചെറിയൊരു ടൈം ഇന്റർവെല്ലിൽ നമ്മൾ ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഏരിയ Q ഇൻറ്റു DT അല്ലെ. ജസ്റ്റ് ഈ ഒരു യൂണിറ്റ് നോക്കി കഴിഞ്ഞാൽ കിട്ടും. നിങ്ങൾക്ക് നോക്ക്, ഡിസ്ചാർജിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്, അല്ലെങ്കിൽ മീറ്റർ ക്യൂബ് വോളിയം ബൈ ടൈം ആണ്. Y ആക്സിൽ എന്താണ്? ടൈം. സോ വോളിയം ബൈ ടൈം ഇൻറ്റു ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് വോളിയം ആണ്. ഓക്കെ, നമുക്ക് വോളിയം ഓഫ് റൺ ഓഫ് കിട്ടും. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഹൈഡ്രോഗ്രാഫിന്റെ, അല്ലെങ്കിൽ ഹൈഡ്രോഗ്രാഫിൽ നിന്ന് റൺ ഓഫ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഇക്വേഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ടോട്ടൽ വോളിയം ഓഫ് റൺ ഓഫ് ഈക്വൽ ടു ഏരിയ അണ്ടർ ഡയറക്ട് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ വരച്ചത് ഒരു ഹൈഡ്രോഗ്രാഫാണ്. ഇനി ഡെപ്ത് ഓഫ് റൺ ഓഫ്. ഡെപ്ത് ഓഫ് റൺ ഓഫ് നമുക്ക് എങ്ങനെ കിട്ടുക? ഇവിടെ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ വോളിയം ഓഫ് റൺ ഓഫ് കിട്ടുക. നമുക്ക് വേണ്ടത് റൺ ഓഫ് എന്ന് പറഞ്ഞ് നമ്മൾ അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യാറുള്ളത് അതിന്റെ ഡെപ്ത് ആണ്, അല്ലേ. നമ്മൾ പ്രസിപ്പിറ്റേഷൻ ഒക്കെ മെഷർ ചെയ്യാനുള്ള ഒരു ഡെപ്ത് ആണ്. അപ്പോൾ അതേ ഡെപ്തിൽ തന്നെയാണ് നമ്മൾ റൺ ഓഫും മെഷർ ചെയ്യേണ്ടത്. സോ ഡെപ്ത് ഓഫ് റൺ ഓഫ് ആർ ഈക്വൽ ടു വോളിയം ഓഫ് റൺ ഓഫ് ഡിവൈഡഡ് ബൈ കാച്ച്മെന്റ് ഏരിയ. ഓക്കെ, അപ്പോൾ ഈ വോളിയം ഓഫ് റൺ ഓഫ് നമുക്ക് എങ്ങനെ കിട്ടിയത്? ഏരിയ അണ്ടർ ഡയറക്ട് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ് ആണ്, അല്ലെ. ഇനി അത് ഡിവൈഡഡ് ബൈ കാച്ച്മെന്റ് ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റൺ ഓഫ്, അല്ലെ, ഡെപ്തിൽ റൺ ഓഫ് കിട്ടും. ഓക്കെ, ഇതിലാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഇനി
നമുക്ക് അധിക ക്വസ്റ്റ്യൻസുകൾ അധികവും നമുക്ക് കർവ് വരുന്നത് ഒരു പാരാബോളിക് കർവ് അല്ല വരിക, അധികവും ട്രയാങ്കുലർ ഫോം അല്ലെങ്കിൽ ട്രപ്പീസോഡൽ ഫോം, അതും അല്ലെങ്കിൽ ഓർഡിനേറ്റ്സ് തരും. ആ രൂപത്തിലാണ് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പോൾ ആ 3 കേസുകൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ് കേസ് നോക്കുക. കേസ് 1, വെൻ ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ് ഈസ് ട്രയാങ്കുലർ ഫോം. ട്രയാങ്കുലർ ഫോം ആകുന്ന സമയത്ത് നമുക്ക് ഹൈഡ്രോഗ്രാഫ് എങ്ങനെ വരും? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈഡ്രോഗ്രാഫ് ഈ ഒരു രൂപത്തിലാണ് വരിക. അപ്പൊ അതിന് ആ കർവിന് പകരം നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വെച്ച് വരക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ ഇതിനൊരു പീക്ക് കോർഡിനേറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ടൈം ബേസും ഉണ്ടാവും, അല്ലെങ്കിൽ ബേസ് ടൈം. ഓക്കെ, ഇപ്പൊ പീക്ക് കോർഡിനേറ്റ് ആയിട്ടുള്ള QP ഉണ്ട്, അതുപോലെ തന്നെ ബേസ് ടൈം ഉണ്ട്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കർവിന്റെ ഈ ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫിന്റെ താഴെ വരുന്ന ഏരിയ എങ്ങനെ കിട്ടും? ജസ്റ്റ് ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എടുക്കാനുള്ളതല്ലേ ഉള്ളൂ. സോ വോളിയം ഓഫ് റൺ ഓഫ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു പീക്ക് വാല്യൂ, അല്ലെ, പീക്ക് വാല്യൂ ഓഫ് ഡിസ്ചാർജ് ഇൻറ്റു ബേസ് ടൈം. ഇതാണ് നമുക്ക് ട്രയാങ്കുലർ ഫോം ആണെന്നുണ്ടെങ്കിൽ വോളിയം ഓഫ് റൺ ഓഫ് കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ അല്ലേ? ബേസിക് കാര്യങ്ങളേ ഉള്ളൂ അല്ലെ, നമുക്കൊരു ട്രയാങ്കിളിന്റെ ഏരിയ എടുക്കാനുള്ളതേ ഉള്ളൂ. ഇനി അടുത്ത കേസ് നോക്ക്. വെൻ ദ ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ് ഈസ് ട്രപ്പീസോഡൽ ഫോം. ഒരു ട്രപ്പീസോഡൽ ഫോം ആണെന്നുണ്ടെങ്കിൽ അല്ലെ, ട്രപ്പീസോഡൽ ഫോം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വരും. ഇവിടെ ഒരു ബേസ് ടൈം ഉണ്ട്, നമുക്കതിനെ TB1 എന്ന് ഡിനോട്ട് ചെയ്യാം. അതുപോലെ ഇവിടെ ഒരു ബേസ് ടൈം TB2, അതുപോലെ തന്നെ പീക്ക് ഫ്ലോയും കൂടെ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണാൻ അറിയാം അല്ലെ. എങ്ങനെയാണ് കാണുന്നത്? ഇതിന്റെ രണ്ടിന്റെ ആവറേജ് എടുക്കുക, മൾട്ടിപ്ലൈ ബൈ QP. ഓക്കെ, സോ വോളിയം ഓഫ് റൺ ഓഫ് ഈക്വൽ ടു TB1 പ്ലസ് TB2 by 2 into QP. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു കേസിലുള്ള വോളിയം ഓഫ് റൺ ഓഫ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നോൺ ലീനിയർ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ കാണും? ഈ ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്ഥലത്തെയും ഓർഡിനേറ്റ് ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിൽ ഇടവിട്ടുള്ള ഓർഡിനേറ്റ്സ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, അപ്പൊ ഇത് ഫസ്റ്റ് ഓർഡിനേറ്റ് ആണെന്ന് കരുതുക. ഫസ്റ്റ് ഓർഡിനേറ്റ് ആണത്. അങ്ങനെ ഇത് സെക്കൻഡ് ഓർഡിനേറ്റ്, അങ്ങനെ പോയി ഇത് ലാസ്റ്റ് ഓർഡിനേറ്റ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താ? ട്രപ്പീസോഡൽ ഇക്വേഷൻ. ഓക്കെ, വോളിയം ഈക്വൽ ടു ഫസ്റ്റ് ഓർഡിനേറ്റ് പ്ലസ് ലാസ്റ്റ് ഓർഡിനേറ്റ് divided by 2 plus sum of remaining ordinates into delta t. അതായത് നമ്മൾ ഏത് ടൈം ഇന്റർവെല്ലിൽ ഇടവിട്ടാണോ നമ്മൾ ഓരോ ഓർഡിനേറ്റ്സ് എടുക്കുന്നത്, ഓക്കെ, ആ ഒരു ടൈം ഇന്റർവെല്ലിലാണ് നമ്മൾ ഡെൽറ്റ ടി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ലാസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു 3 രൂപത്തിലാണ് നമുക്ക് കേസുകൾ വരിക, ക്വസ്റ്റ്യനുകളും വരും. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനുകളൊന്നും നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ് ഡ്യൂ ടു ഐസൊലേറ്റഡ് സ്റ്റോം വാസ് ട്രയാങ്കുലർ ഇൻ ഷേപ്പ് ആണ് വിത്ത് എ ബേസ് ഓഫ് 80 ഹവേഴ്സ്. അപ്പോൾ നമുക്ക് ആ ട്രയാങ്കിളിന്റെ ബേസ് എത്രയാണ്? 80 ഹവർ ആണ്. ആൻഡ് എ പീക്ക് ഓഫ് 200 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അപ്പോൾ അതിന്റെ പീക്ക് വാല്യൂ വരുന്നത് 200 ആണ്. ഓക്കെ, ഇഫ് ദ കാച്ച്മെന്റ് ഏരിയ എത്രയാണ് തന്നിട്ടുള്ളത്? 1440 കിലോമീറ്റർ സ്ക്വയർ. ദ എഫക്റ്റീവ് റെയിൻഫോൾ ഓഫ് ദ സ്റ്റോം. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എഫക്റ്റീവ് റെയിൻഫോൾ ആണ്. എഫക്റ്റീവ് റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് റൺ ഓഫ് തന്നെയാണ് കേട്ടോ. റൺ ഓഫിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് എഫക്റ്റീവ് റെയിൻഫോൾ. അപ്പോൾ
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ട്രയാങ്കുലർ ഷേപ്പാണ്. ട്രയാങ്കുലർ കേസിൽ നമ്മൾ എങ്ങനെയാണ് ആദ്യം വോളിയം കണ്ടത്? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റൺ ഓഫ് ആണ്, അല്ലെങ്കിൽ എഫക്റ്റീവ് റെയിൻഫോൾ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിൽ ഡെപ്തിലാണ് കാണേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ ഡെപ്തിൽ കാണുന്ന സമയത്ത് നമ്മുടെ ബേസിക് ഇക്വേഷൻ എന്താണ്? റൺ ഓഫ് ഈക്വൽ ടു വോളിയം ഓഫ് റൺ ഓഫ് ഡിവൈഡഡ് ബൈ catchment area. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ആദ്യം എന്ത് കാണണം? വോളിയം ഓഫ് റൺ ഓഫ് കാണണം. ഓക്കെ, അപ്പൊ വോളിയം ഓഫ് റൺ ഓഫ് എങ്ങനെ നമ്മൾ കാണുന്നത്? ആ ഒരു ഷേപ്പ് അല്ലെ, ആ ഗ്രാഫിന്റെ ഏരിയ നോക്കിയിട്ടാണ്. നോക്കാം. സോ ട്രയാങ്കുലർ ഷേപ്പ് ആണെന്ന് പറഞ്ഞു. നമുക്ക് വരുന്നത് ഈ ഒരു ഷേപ്പിലാണ്. ബേസ് ടൈം വരുന്നത് എത്രയാണ് പറഞ്ഞത്? 80 hours ആണ്. ബേസ് ടൈം 80 hours ആണ്. അതുപോലെ പീക്ക് വാല്യൂ വന്നിട്ടുള്ള എത്രയാണ്? 200 ആണ്. 200 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് അല്ലേ. ഇനി നമുക്ക് ഏരിയ കാണാം. ഏരിയ കാണുന്നത് വഴി നമുക്ക് വോളിയാണ് കിട്ടുന്നത്. സോ വോളിയം ഈക്വൽ ടു ഹാഫ് ഇൻറ്റു QP ഇൻറ്റു ബേസ് ടൈം. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു QP എത്രയാണ് തന്നിട്ടുള്ളത്? 200 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. അതുപോലെ ബേസ് ടൈം എത്രയാണ്? 80 hours ആണ്. 80 hours ആണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ 80 hours ആണ്. നമുക്ക് ഇവിടെ യൂണിറ്റ് ഉള്ളത് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹവറിനെ നമ്മൾ എന്തൊക്കെ കൺവേർട്ട് ചെയ്യണം? സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ 60 ഇൻറ്റു 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 60 ഇൻറ്റു 60. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് വോളിയം കിട്ടും. വോളിയം വരുന്നത് 28.8 ഇൻറ്റു 10⁶ m³ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ടോട്ടൽ വോളിയം, വാട്ടറിന്റെ ടോട്ടൽ വോളിയം. നമുക്ക് വേണ്ടത് ഡെപ്ത് ആണ്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് ആണ്. അപ്പൊ അതെങ്ങനെ കിട്ടും? ടോട്ടൽ വോളിയം ഡിവൈഡഡ് ബൈ ക്യാച്ച്മെന്റ് ഏരിയ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ ക്യാച്ച്മെന്റ് ഏരിയ ചെയ്യാം. സോ ഡെപ്ത് ഓഫ് റൺ ഓഫ് ഈക്വൽ ടു നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന വോളിയം അല്ലെ. വോളിയം എത്ര നമ്മൾ പറഞ്ഞത്? 28.8 ഇൻറ്റു 10⁶ ഡിവൈഡഡ് ബൈ ക്യാച്ച്മെന്റ് ഏരിയ. ക്യാച്ച്മെന്റ് ഏരിയ എത്രയാണ്? അത് 1440 കിലോമീറ്റർ സ്ക്വയർ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഈ ഒരു വോളിയം അത് m³ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇവിടെ m³ അതുകൊണ്ട് തന്നെ ഈ കിലോമീറ്റർ സ്ക്വയറിനെ നമ്മൾ എന്തൊക്കെ മാറ്റണം? മീറ്റർ സ്ക്വയറിലോട്ട് മാറ്റണം. ഓക്കെ, അപ്പോൾ നമ്മൾ മീറ്റർ സ്ക്വയറിലോട്ട് എങ്ങനെ മാറ്റും? ഇൻറ്റു 10⁶ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ 0.02 മീറ്റർ ആണ്. 0.02 മീറ്റർ. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലുണ്ടോ? ഇല്ല. കാരണം എന്താ? ഓപ്ഷൻസ് എല്ലാതും സെന്റിമീറ്ററിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 0.02 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, 0.02 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സെന്റിമീറ്ററാണ്? അത് 2 സെന്റിമീറ്റർ ആണ്. സോ ദ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A direct runoff hydrograph due to an isolated storm with an effective rainfall of 2 cm was trapezoidal in shape as shown in figure. The hydrograph correspond to a catchment area. അപ്പോൾ ഇവിടെ catchment area ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ഹൈഡ്രോഗ്രാഫ് തന്നിട്ടുണ്ട്, ട്രപ്പീസോഡൽ ഇൻ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഹൈഡ്രോഗ്രാഫ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു അപ്രോക്സിമേറ്റ് ഹൈഡ്രോഗ്രാഫ് ആണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ടൈം ബേസ് അല്ലെങ്കിൽ ബേസ് ടൈം ഇവിടെ താഴെ വരുന്നത് 70 hours ആണ്. 70 hours. ഈ സമയത്ത് മുകളിൽ എത്തുന്ന സമയത്ത് അത് എത്രയാണ്? 4 hours ആണ്. ഓക്കെ, അതുപോലെ പീക്ക് വാല്യൂ ഓഫ് ഡിസ്ചാർജ് എത്രയാണ്? 90 cumex ആണ്. 90 cumex. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഹൈഡ്രോഗ്രാഫിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിന് പുറമെ നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ് എഫക്റ്റീവ് റെയിൻഫോൾ അല്ലെങ്കിൽ റൺ ഓഫിന്റെ ഡെപ്ത് എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഇത് വെച്ചിട്ട് നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ക്യാച്ച്മെന്റിന്റെ ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത്. ക്യാച്ച്മെന്റ് ഏരിയ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ വെക്കാനുള്ളത്. നേരത്തെ നമ്മൾ എങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? റൺ ഓഫ് ഈക്വൽ ടു വോളിയം ഓഫ് റൺ ഓഫ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്യാച്ച്മെന്റ് ആണ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ നേരത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് വോളിയം കാണാനുള്ള മെത്തേഡ് അല്ലെങ്കിൽ അതിനുള്ള ഡാറ്റാസ് തന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ഏരിയ ഡയറക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മൾ അവിടെ ആയിരുന്നു കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നേരെ മറിച്ചാണ്. ഇവിടെ നമുക്ക് വോളിയം കാണാനുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ റൺ ഓഫിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, പിന്നെ ചോദിച്ചുള്ളത് ഏരിയ ആണ്. ഓക്കെ, ആ ഒരു ചെറിയ മാറ്റേ ഉള്ളൂ. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വോളിയം ഓഫ് റൺ ഓഫ് കാണാം. വോളിയം ഓഫ് റൺ ഓഫ്
അപ്പോൾ വോളിയം ഓഫ് റൺ ഓഫ് നമുക്ക് എങ്ങനെ കിട്ടും? നമ്മൾ ട്രപ്പീസോയിഡൽ ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു ഇക്വേഷൻ? TB1 പ്ലസ് TB2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു QP. സോ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് TB1 TB2 ഒക്കെ എത്ര ഉള്ളത് അല്ലേ? ഇതിലേതെങ്കിലും ഒന്ന് TB1 ഒന്ന് TB2 ആക്കി എടുക്കുക. ഏത് രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം സെയിം തന്നെയാണ് കിട്ടുള്ളൂ. സോ 70 പ്ലസ് 4/2 ഇൻറ്റു QPയുടെ വാല്യൂ 90 QX ആണ്. സോ അത് 90 കൊടുത്തു. പിന്നെ ഇതിൽ ശ്രദ്ധിക്കുക, ഇവിടെ ഇത് ഹവേഴ്സ് ആണ് കേട്ടോ. ഇത് 70 ഹവേഴ്സ് ആണ്, ഇത് 4 ഹവർ ആണ്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ സെക്കൻഡിലോട്ട് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? 60 × 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ നമുക്ക് ടോട്ടൽ വോളിയം ഓഫ് റൺ ഓഫ് കിട്ടും. ടോട്ടൽ വോളിയം ഓഫ് റൺ ഓഫ് വരുന്നത് 11.988 ഇൻറ്റു 10⁶ മീറ്റർ ക്യൂബാണ്. ഓക്കെ, ഇത്രയും വാല്യൂ ആണ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? എഫക്റ്റീവ് റെയിൻഫോൾ അല്ലെങ്കിൽ റൺ ഓഫ് എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ്. 2 സെന്റിമീറ്റർ ആണ്. സോ നമുക്കത് എഴുതാം. റൺ ഓഫ് ഈക്വൽ ടു വോളിയം ഓഫ് റൺ ഓഫ് ഡിവൈഡഡ് ബൈ കാച്ച്മെന്റ് ഏരിയ അല്ലേ? അപ്പൊ ഇവിടെ റൺ ഓഫിന്റെ വാല്യൂ വന്നിട്ടുണ്ട്, അത് എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ്. പക്ഷെ നമ്മുടെ വോളിയം ഓഫ് റൺ ഓഫ് നമ്മൾ മുന്നേ കണ്ടെത്തിയിട്ടുള്ളത് m³ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം എഴുതാൻ. അപ്പൊ അത് 2 സെന്റിമീറ്റർ ആണ്. 2 സെന്റിമീറ്റർ നമ്മൾ മീറ്ററിലോട്ട് മാറ്റുന്ന സമയത്ത് 2/100 വരും. ഈക്വൽ ടു എത്ര നമ്മൾ പറഞ്ഞത്? 11.988 ഇൻറ്റു 10⁶ ഡിവൈഡഡ് ബൈ കാച്ച്മെന്റ് ഏരിയ. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ആൻസർ വരുന്നത് നമുക്ക് കിലോമീറ്റർ സ്ക്വയറിലാണ് കിട്ടേണ്ടത് അല്ലെ? സ്ക്വയർ കിലോമീറ്ററിലാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഇൻറ്റു 10⁶ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 599.4 കിലോമീറ്റർ സ്ക്വയർ ആണ്. അത് പിന്നെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രോബ്ലം. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോബ്ലത്തിൽ റൺ ഓഫ് കാണാനായിരുന്നു ചോദ്യം. ഇവിടെ അതെന്താണ്? ഏരിയ കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എങ്കിൽ ബേസിക് ആയിട്ട് നമുക്ക് ഈ ഒരു റൺ ഓഫിന്റെ ഡാറ്റാസ് വെച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ ഏരിയ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എസ്റ്റിമേഷൻ ഓഫ് റൺ ഓഫ് ആയിരുന്നു. നമ്മൾ ഹൈഡ്രോഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് റൺ ഓഫ് വാല്യൂ കണ്ടെത്തുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. 2 കേസുകൾ പറഞ്ഞു, 3 കേസുകൾ പറഞ്ഞു. അതിൽ 2 കേസിന്റെ പ്രോബ്ലം നമ്മൾ ചെയ്തു. ഒന്ന് ട്രയാങ്കുലർ ഷേപ്പിന്റെയും ട്രപ്പീസോയിഡൽ ഷേപ്പിന്റെയും ചെയ്തു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക്സ്.